നമസ്കാരം. ഇപ്പൊ എങ്ങനെ ഇരിക്കണേ? എന്തായി? ഗബ്രി പവർ ടീമിൽ കയറിയോ? എങ്ങനെ കയറ്റി? എന്ത് ടാസ്ക് കൊടുത്തു? ഞാൻ ചിന്തിച്ചതിനെയും കാട്ടി ഒരു പടി മുന്നിൽ അത്രയ്ക്ക് പിന്നീട് എന്താണ് തരം താഴ്ന്ന രീതിയിൽ അവർ ഗെയിം കളിച്ചു എന്ന് പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ ഒരു ഈ പറയുന്ന ഇതിന്റെ സംഭവം ടാസ്ക് വരുന്ന മുമ്പേ ഞാൻ പറഞ്ഞു ഇവരുടെ ലക്ഷ്യം ഇതാണ്. ഈ പറയുന്ന സിബിനെ പിന്നീട് മാറ്റിയതും സിബിനെ ശിക്ഷ കൊടുത്തതും സിബിനെ പവർ ടീമിൽ നിന്ന് മാറ്റിയൊക്കെ ഈ പറയുന്ന ഗബ്രീനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? പവർ ടീമിനൊക്കെ കയറ്റാൻ വേണ്ടി. ഇനി ഇത് കഴിഞ്ഞിട്ട് അവർക്ക് അടുത്തൊരു വൻ കളിയുണ്ട്. അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറഞ്ഞത്. ഇനി അവർ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോ ഇവിടെ വളരെ കൃത്യമായിട്ട് നമുക്ക് കാര്യം മനസ്സിലായല്ലോ, എങ്ങനെ ഗബ്രിയെ അതിനകത്തോട്ട് കയറ്റാം. അതിനു വേണ്ടിയിട്ട് ഇന്ന് ബിഗ് ബോസ് എന്ത് ചെയ്തു? നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരങ്ങ് എണീറ്റ് നിന്നോ, പവർ ടീമിലേക്ക് പോകാൻ ഇഷ്ടമുള്ളവർ എണീറ്റ് നിന്നോ, എന്തായാലും ഗബ്രി അഴിക്കുമെന്ന് ഏത് കണ്ണു പൊട്ടനും അറിയാം. അപ്പോൾ ഒന്നത് പേടിച്ച് തൂറി ഈ പറഞ്ഞ അവര് തന്നെ അറിയാം, ഞാൻ നോമിനേഷനിൽ വന്നാൽ ഞാൻ പുറത്താകുമെന്ന് പേടിച്ച് ദൂരെ നിൽക്കുന്ന ഒരുത്തനാണ് ആര്? ഈ പറയുന്ന ഗബ്രി. അപ്പൊ ഗബ്രി എണീക്കുമെന്ന് പറയാം. എന്നിട്ട് ഗബ്രിയെ വിളിച്ചു കൊണ്ട് ഏതോ സരസ്വതിയുടെ കുഞ്ചമ്മേരെ ആട് മൈന പൂച്ച കടുവ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആരൊക്കെ അയച്ചു? ജിൻഡോ, ഗബ്രി, നമ്മുടെ പിന്നെ നന്ദന, പിന്നെ ആരാണ് നമ്മുടെ അഭിഷേക്. ഈ 4 പേരാണ് എണീറ്റത്. ഈ 4 പേരെ വിളിച്ചുകൊണ്ട് പോയി എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കൊണ്ടുപോയി ഒരു കഥ അങ്ങ് പറഞ്ഞു കൊടുക്കുന്നു. മെമ്മറിയിലുള്ള കഥ. അവിടെ ഇവിടെ ഏതോ കുഞ്ഞമ്മേരെ ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൽ കാക്കയുണ്ട്, പൂച്ചയുണ്ട്, മൈലയുണ്ട്, ഒരു പൂറ കഥ പറഞ്ഞു കൊടുക്കുന്നത്. അതിനുശേഷം അതിനുള്ള ഉത്തരം പറയണം. നേരെ നമ്മുടെ ബിഗ് ബോസ് മാമ എന്ത് ചെയ്യും? നേരെ നമ്മുടെ സുഹൃത്തായ നമ്മുടെ കാമുകൻ നിത്യഹരിത നായകനായ ആരെ വിളിക്കുന്നു? നമ്മുടെ ഗബ്രിയെ വിളിച്ചു അവന്റെ അടുത്ത് ചോദിക്കുന്നു. അവൻ 3 ചോദ്യത്തിന് ആൻസർ ചെയ്തു. വെരി ഗുഡ്. ആർക്കും മനസ്സിലായില്ല, ഒരൊറ്റ കുഞ്ഞിന് പോലും മനസ്സിലായില്ല ഈ പറഞ്ഞ പിന്നെ ബിഗ് ബോസ് അവനെ അകത്തോട്ട് കയറ്റാൻ വേണ്ടി മനഃപൂർവ്വം കൊടുത്ത ഒരു കഥയാണെന്ന്, ഒരു ടാസ്ക് ആണെന്ന് ആർക്കും മനസ്സിലായില്ല. അപ്പോൾ ഇതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞത്. ഇവന്മാർ ഇതിനു വേണ്ടിയിട്ടാണ് കളിക്കുന്നത്, മനസ്സിലായോ? ഇവന്മാർക്ക് തന്നെ അറിയാം എന്ത് ചെയ്യാം. ഗബ്രിയെ പവർ ടീമിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ അവൻ നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ അവൻ ഔട്ടാവുമെന്ന് കൊച്ചു കുഞ്ഞിനെ നമുക്കറിയാം എന്താണ് ഈ ബിഗ് ബോസിന്. അതുകൊണ്ട് തന്നെ ഇവരുടെ കളികൾ നടക്കാത്ത ഒരേ ഒരു മേഖലയേ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയുന്നതാണ് ഈ പറയുന്ന വോട്ടിംഗ് കുറഞ്ഞവർ ഔട്ടായേ പറ്റുമോ? ഒന്നീ വോട്ടിംഗ് കുറഞ്ഞു കഴിഞ്ഞാൽ നോ എവിക്ഷൻ വെക്കണം. എപ്പോഴും നോ എവിക്ഷൻ വെക്കാൻ പറ്റുമോ? ഇവ വന്നോണ്ടിരിക്കണം എല്ലാ വീക്കിലും നോ എവിക്ഷൻ വെച്ച് എന്ത് ചെയ്യും? ആൾക്കാർ നിറഞ്ഞോണ്ടിരിക്കും. എവിക്ഷൻ വെക്കുകയും വേണം, ഇവനെ സേവ് ആവുകയും ചെയ്യണം. അതുകൊണ്ടാണ് ഇവർ ഈ ടാസ്ക് കൊടുത്തത്. ഇനി സംഭവിക്കാൻ പോകുന്നത്, ഇനി ഞാൻ ഒന്നുകൂടി പറയാം, ഇനി ഇവർ സംഭവിക്കാൻ പോകുന്ന വേറെ ഒന്നുമില്ല. ഞാൻ എഴുതി തരാം. ഈ നിൽക്കുന്ന പവർ ടീം തന്നെ അടുത്ത ആഴ്ചയും പവർ ടീമായിരിക്കും. അതായത് ഇപ്പോഴുള്ള പവർ ടീം തന്നെ അടുത്ത ആഴ്ചയും അവർ തന്നെയായിരിക്കും പവർ ടീമിൽ. അതായത് അവരെ ജയിപ്പിക്കാൻ വേണ്ടി ഈ ഇപ്പോൾ ഉള്ള പവർ ടീം അംഗങ്ങളെ അല്ലെങ്കിൽ പവർ ടീമിനെ ജയിക്കാനുള്ള ടാസ്കുകളായിരിക്കും ഇനി കൊടുക്കുന്നത്. അതായത് ഇനിയെന്ന് പറയുമ്പോൾ അവസാനം ടാസ്ക് കൊടുക്കുമല്ലോ. ഇനിയിപ്പം നാളെ തൊട്ട് കുറെ ടാസ്കുകൾ വരുമല്ലോ. ആ ടാസ്കിൽ ജയിച്ചുകൊണ്ട് അവസാനം ഈ പവർ ടീമും ടാസ്കുകളിൽ ജയിച്ച ഒരു ടീമുമായിട്ട് ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവില്ല. അവസാനം ആ കോമ്പറ്റീഷനിൽ പവർ ടീമിന് നിലവിലുള്ള ഇപ്പോഴുള്ള ഗബ്രി അടങ്ങുന്ന പവർ ടീം ജയിക്കാനുള്ള ടാസ്ക് കൊടുക്കത്തുള്ളൂ. എഴുതി വെച്ചോ, നിങ്ങൾ എഴുതി വെച്ചോ. എന്നിട്ട് അവര് തന്നെ ജയിക്കുകയും ചെയ്യും. അതാണ് ഇനി നടക്കാൻ പോകുന്നത്. ഒരു സംശയവുമില്ല. കാരണം കുറെ കാലം കൊണ്ട് നമ്മളിത് കാണുന്നുണ്ട്, അറിയാം. അങ്ങനെയും നടക്കുള്ളൂ. ഈ ഗബ്രി പവർ ടീമിൽ വരും എന്നുള്ളത് 2 ദിവസം മുമ്പേ നമ്മൾ പ്രവചിച്ചതാണ്. 2 ദിവസം മുമ്പേ നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? ഗബ്രിയെ അവന്മാർ ഏതെങ്കിലും ഉടായ്പ രീതിയിൽ പവർ ടീമിലേക്ക് കൊണ്ടുവരും, അല്ലെങ്കിൽ നോ എവിക്ഷൻ വെക്കും. അതിന് അവർക്ക് കിട്ടിയ പിന്നീട് ഒരു ബലിയാടായിട്ട് കിട്ടിയത് സിബിനായിരുന്നു. ആ സിബിനെ എന്ത് ചെയ്ത് ബലിയാടാക്കി പാവം അവൻ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട്. മൈക്ക് എടുക്കുന്നില്ല, മൈക്ക് ധരിക്കുന്നില്ല. കൂടി അവൻ എന്ത് ചെയ്തു? അങ്ങ് തൊലഞ്ഞു, ഡിപ്രസ്സായി അങ്ങ് തൊലഞ്ഞു. മനസ്സിലായോ? ഇനി അവനൊന്നുമില്ല. ആ ലെവലിൽ നിങ്ങൾ ആക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇവർക്ക് സിബിനെയും വേണം, ഗബ്രിയെയും വേണം, ഈ പറയുന്ന ജാസ്മിനെയും വേണം. എന്നാലും ഫൈറ്റ് നടക്കത്തുള്ളൂ. ഇപ്പൊ ഇവരുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിയത് എവിടെയാണ്? സിബിൻ ഞാൻ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ കണക്ക് കൂട്ടലുകൾ തെറ്റുന്നത് ഇനിയിപ്പോ കണ്ടു തന്നെ കാണാം. അപ്പൊ എന്തായാലും നന്നായി വരട്ടെ. നമുക്ക് വീണ്ടും കാണാം. ശരി.